വിജിലൻസിന്റെ ചുമതലയുള്ള ഒരു മുഖ്യമന്ത്രി എങ്ങനെയാണ് പോയി ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്? ആളുകളെ പൊട്ടന്മാരാക്കരുത്, ആളുകളുടെ ബുദ്ധിയെ പരീക്ഷിക്കരുത്. ശ്രീ ബാലൻ പറഞ്ഞ വിജിലൻസ് അന്വേഷണം നടക്കുന്നത്, ഏത് വിജിലൻസ് അന്വേഷണം? എവിടെ നടക്കുന്നതാണ് പറയുന്നത്? ഞാനും കുറച്ചുനാൾ വിജിലൻസ് കൈകാര്യം ചെയ്ത ഒരാളാണ്. എനിക്കറിയാം എങ്ങനെയാണ് വിജിലൻസ് അന്വേഷണം നടക്കുന്നതെന്ന്. എങ്ങനെയാണ് ഈ കാര്യത്തിൽ വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ടോ? പിന്നെ അദ്ദേഹം പറയുന്നത് വ്യവസായ വകുപ്പിന്റെ സെക്രട്ടറി അന്വേഷിക്കുന്നത്. ആ അന്വേഷണം ആർക്ക് വേണം? ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി പത്രസമ്മേളനം നടത്തുമ്പോൾ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ആളാണ് വ്യവസായ വകുപ്പ് സെക്രട്ടറി. ഇലക്ട്രോണിന് പൂർണ്ണമായും ക്ലീൻ ചിറ്റ് നൽകിയ മന്ത്രിയുടെ തൊട്ടടുത്തിരിക്കുന്ന വ്യവസായ വകുപ്പ് സെക്രട്ടറി ഇനി അന്വേഷിച്ചാൽ ആ മന്ത്രി പറഞ്ഞതല്ലാതെ മറ്റ് എന്തായിരിക്കും സെക്രട്ടറി പറയാൻ പോകുന്നത്? അപ്പൊ ഈ അന്വേഷണത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? അപ്പം AI ക്യാമറയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ അന്വേഷിച്ചേ മതിയാകൂ. ഇന്ന് ദേശാഭിമാനിയോട് എനിക്ക് നന്ദിയുണ്ട്. ഇന്ന് ദേശാഭിമാനി ഞാൻ പറഞ്ഞതിനോ എൻ്റെ ചോദ്യവും ഉത്തരവും പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞതെല്ലാം അവർ ശരിവെച്ചിരിക്കുന്നു. ഞാൻ അവരോട് പ്രത്യേകം നന്ദി പറയുകയാണ്. ആ ചോദ്യ ഉത്തരം നിങ്ങളൊന്ന് വായിച്ചാൽ മതി, ഞാൻ ഈ പറഞ്ഞതെല്ലാം സത്യമാണെന്നറിയാൻ. എൻ്റെ ചോദ്യം, എൻ്റെ ഉത്തരം, ആ ചോദ്യവും ഉത്തരവും വ്യക്തമായി അവർ സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, കേരളത്തിൽ നടക്കുന്ന ഇത്രയും വലിയൊരു അഴിമതി പ്രതിപക്ഷം പുറത്തു കൊണ്ടുവന്നിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി മൗനം പാലിക്കുന്ന എന്തോ മഹാകാര്യമായി ഞങ്ങൾ ആരും കാണുന്നില്ല. അദ്ദേഹം എപ്പോഴും അങ്ങനെയാണ്. അദ്ദേഹത്തിനെതിരെ അഴിമതി ആരോപണം ഉണ്ടായാൽ അദ്ദേഹം ഉണ്ടാവില്ല. പഴയ കാലത്തും അങ്ങനെയാണ്. പക്ഷെ ഇന്ന് ജനാധിപത്യ സംവിധാനത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ജനങ്ങളോട് വസ്തുതകൾ വിശദീകരിക്കാനുള്ള ബാധ്യതയുണ്ട്. ആ ബാധ്യത നിറവേറ്റേണ്ടതായിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് വലിയ നിർബന്ധമൊന്നുമില്ല അദ്ദേഹം മറുപടി പറയണമെന്ന്. തെറ്റിദ്ധാരണയൊന്നും വേണ്ട. കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് ബോധ്യമുള്ള കാര്യമാണ്. ഈ അഴിമതിയിൽ അതുകൊണ്ട് ഈ കരാർ അടിയന്തരമായി റദ്ദ് ചെയ്യണം. ഈ കരാർ റദ്ദ് ചെയ്തുകൊണ്ട് ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന് തയ്യാറാകണം. ഇതിന്റെ നാനാവശങ്ങൾ പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. ഇതിൽ വളരെ വ്യക്തമായി തന്നെ അഴിമതി ഉണ്ട് എന്നത് പ്രഥമ ദൃഷ്ട്യാ ഏതൊരു വ്യക്തിക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ അന്വേഷണത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ ഗവൺമെന്റ് ഒരിക്കലും തയ്യാറാകാൻ പാടില്ല. ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ അന്വേഷണം ഒരു കാരണവശാലും വിശ്വസനീയമല്ല, അംഗീകരിക്കാൻ കഴിയുന്നതല്ല. മുഖ്യമന്ത്രി കണ്ണടച്ചത് കൊണ്ട് എല്ലാം ഇരുട്ടാവില്ല. മുഖ്യമന്ത്രി കണ്ണടച്ചാൽ എല്ലാം ഇരുട്ടാവും എന്നുള്ള തെറ്റിദ്ധാരണയൊന്നും വേണ്ട. ഞങ്ങൾ കൊണ്ടുവന്ന ഏത് അഴിമതിയാണ് രേഖകളില്ലാതെ കൊണ്ടുവന്നിട്ടുള്ളത്? നിങ്ങൾ പിൽക്കാലത്തൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കുക. ബ്രൂവറി ഡിസ്റ്ററിയുമായി ബന്ധപ്പെട്ട അഴിമതി ഞാൻ കൊണ്ടുവന്നു, ഗവൺമെന്റ് പിന്തിരിഞ്ഞോടേണ്ടി വന്നില്ലേ? ആഴക്കടൽ മത്സ്യബന്ധനവുമായി ഉള്ള വിദേശ കമ്പനികളുമായിട്ടുള്ള കരാറ്, അതിലെ അഴിമതി ഞാൻ പുറത്തു കൊണ്ടുവന്നു, പിന്തിരിഞ്ഞോടേണ്ടി വന്നില്ലേ? പമ്പ മണൽക്കടത്തുമായി ബന്ധപ്പെട്ട കോടികളുടെ അഴിമതി ഞാൻ പുറത്തു കൊണ്ടുവന്നു, പിന്തിരിഞ്ഞോടേണ്ടി വന്നില്ലേ? ഈ ബസ്സുമായി ബന്ധപ്പെട്ട 4000 കോടി രൂപയുടെ പദ്ധതി, അതിൽ നിന്ന് പിന്തിരിഞ്ഞോടേണ്ടി വന്നില്ലേ? അന്നത്തെ DGP ആയിരുന്ന ബെഹ്റയുടെ നേതൃത്വത്തിൽ കേരളത്തിലൊട്ടാകെ ക്യാമറ വെക്കാൻ 150 കോടി രൂപയുടെ പദ്ധതി അഴിമതി ഞാൻ ഉന്നയിച്ചപ്പോൾ വേണ്ടെന്ന് വെച്ചില്ലേ? ഏത് പദ്ധതിയിലാണ് തെളിവുകൾ ഉന്നയിച്ച് ഞങ്ങൾ ആരോപണം ഉന്നയിച്ചപ്പോൾ ഗവൺമെന്റ് U-ടേൺ അടിക്കേണ്ടി വന്നത്? തന്നെയുമല്ല, നമ്മൾ ഈ ക്യാബിനറ്റ് നോട്ട്, ഞാൻ ആവർത്തിക്കുന്നു, ക്യാബിനറ്റ് നോട്ടിൽ പറയുന്നുണ്ട് ക്രമപ്രകാരമല്ല എങ്കിലും ഇതിന് അനുമതി കൊടുക്കണമെന്നാണ് ക്യാബിനറ്റ് യോഗത്തിൽ വന്ന നോട്ട് പറയുന്നത്. അപ്പൊ കേരളം പോലൊരു സംസ്ഥാനത്ത് ക്രമവിരുദ്ധമായും ചട്ടവിരുദ്ധമായും നിയമവിരുദ്ധമായും ചെയ്തിട്ടുള്ള ഈ കാര്യങ്ങൾ മുഴുവൻ ക്യാബിനറ്റ് ന്യായീകരിക്കുകയും പാസാക്കി കൊടുക്കുകയും ചെയ്ത നടപടി ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ? കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യം ഇതാണ്. ഇത് അന്വേഷിക്കേണ്ട ഒരു കാര്യമല്ലേ? ഇത്
ഖജനാവിൽ നിന്നൊരു പണവും ചെലവാക്കുന്നില്ല. ഭാര്യയും കുഞ്ഞു കുട്ടികളുമായി സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്ന പാവപ്പെട്ട ആളുകളുടെ നിയമലംഘനം ഉണ്ടാകുമ്പോൾ അവരുടെ കയ്യിൽ തന്നെ പണം ഈടാക്കി അവരെ പിഴിഞ്ഞ് ഉണ്ടാക്കുന്ന പണമാണ് മുഖ്യമന്ത്രിയുടെ ബന്ധുവിന്റെ കമ്പനിയായ പ്രസാദിയോ ഉൾപ്പെടെയുള്ള കമ്പനികൾ കൊള്ള ലാഭമായി ഇതെടുക്കാൻ പോകുന്നത്. ഇതിനെ തടഞ്ഞില്ല പിന്നെ നമ്മൾ എന്തിനാണ് ഇവിടെ ജീവിച്ചിരിക്കുന്നത്? ഇതിനെ എതിർത്തില്ലെങ്കിൽ പ്രതിപക്ഷം എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? അതുകൊണ്ടാണ് ജനങ്ങളോടുള്ള ഉത്തരവാദിത്വമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ ജനങ്ങളോട് തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഞാൻ ഈ കാര്യം ഏപ്രിൽ 20-ാം തീയതിയാണ് ഞാൻ ഉന്നയിക്കുന്നത്. തിരുവനന്തപുരത്ത് രാഷ്ട്രീയകാര്യ സമിതി കഴിഞ്ഞ് KPCC പ്രസിഡന്റ് പത്രസമ്മേളനം കഴിഞ്ഞ ശേഷം ഞാൻ ഈ വിവരം ഉന്നയിക്കുക. അന്ന് നമ്മുടെ മാധ്യമങ്ങൾക്ക് വേണ്ടത്ര അത് പൂർണ്ണമായി മനസ്സിലായിട്ടുണ്ടോ എന്ന് സംശയമായി. 23-ാം തീയതി തൃശ്ശൂരിൽ വെച്ചാണ് ഞാൻ ഇതിന്റെ എല്ലാ രേഖകളും ഉന്നയിച്ചുകൊണ്ട് ഈ പത്രസമ്മേളനം നടത്തിയത്. അത് കഴിഞ്ഞ് പ്രതിപക്ഷ നേതാവ് ഈ കാര്യങ്ങൾ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹം കൂടുതൽ രേഖകളോട് അദ്ദേഹം മുന്നോട്ട് വന്നു. ഞങ്ങൾ രണ്ടുപേരും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പുറത്തു കൊണ്ടുവന്നു. മാധ്യമങ്ങൾ മുന്നോട്ട് വന്നു. കേരളത്തിലെ മാധ്യമങ്ങളോട് എനിക്ക് നന്ദിയുണ്ട്. അന്വേഷക കുതുകികളായ പത്രപ്രവർത്തകന്മാർ ഈ കാര്യം പുറത്തു കൊണ്ടുവന്നു. ദൃശ്യമാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നു. ഇത്രയും ഒക്കെ ആയിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മാത്രം ഇതൊന്നും മനസ്സിലാവുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹം കണ്ണടച്ചിരുട്ടാക്കുകയാണ്. അതുകൊണ്ട് ഇതൊരു അഴിമതി ക്യാമറ ആണ്. ഇത് ജനങ്ങളെ പറ്റിക്കാനുള്ള പരിപാടിയാണ്. ഇതിനെതിരെ ശക്തമായ ജനവികാരം കേരളത്തിൽ ഉയർന്നു വരും. ഈ K-ഫോണിന്റെ കാര്യങ്ങൾ വരുന്നുണ്ട്. അത് നേരത്തെ തന്നെ വന്നിട്ടുള്ളതാണ്. K-ഫോണുമായി ബന്ധപ്പെട്ട അഴിമതികളും അതുമായി വന്നിട്ടുള്ള അതിന്റെ മൊത്തം ടെൻഡറുമായി ബന്ധപ്പെട്ടതും തുക കൂട്ടിയതുമായി ബന്ധപ്പെട്ടതും ഒക്കെ ഇവിടെ നമ്മുടെ പബ്ലിക് ഡൊമൈനിലുള്ള കാര്യങ്ങളാണ്. നമ്മളിത് കാണേണ്ട ഒരു കാര്യം, ഇതെല്ലാം IT സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറുടെ നേതൃത്വത്തിൽ കേരളത്തിൽ അരങ്ങേറിയ ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ പദ്ധതികൾ ഓരോന്നും. 2018 മുതൽ IT ഡിപ്പാർട്ട്മെന്റിലും വ്യവസായ ഡിപ്പാർട്ട്മെന്റിലും IT ഡിപ്പാർട്ട്മെന്റിലും കെൽട്രോണുമായി ബന്ധപ്പെട്ട കരാറുകളും സമഗ്രമായി അന്വേഷിച്ചേ മതിയാവും. IT സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടന്ന വൻതോതിലുള്ള അഴിമതികളാണ് നമുക്ക് ഓരോ ദിവസവും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധയിൽപ്പെട്ടു. മാത്രമല്ല ഇത്തരം പദ്ധതികളെല്ലാം അതിനുവേണ്ടിയായിരുന്നു. ഗവൺമെന്റിന് തുടർഭരണം ഉണ്ടാകാൻ വേണ്ടി പണമുണ്ടാക്കാനുള്ള ഒരു പരിപാടിയായിരുന്നു. അതിന് പാവപ്പെട്ട ജനങ്ങളെ പിഴിഞ്ഞുണ്ടാക്കാൻ ഓരോ പദ്ധതിയും തയ്യാറാക്കിക്കൊണ്ടുവരികയായിരുന്നു. ഞാൻ സ്പ്രിംഗർ അഴിമതി ഉന്നയിച്ചു. നിങ്ങൾക്കറിയാലോ അഴിമതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? അതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തൊരു വിഷയമാണ് സ്പ്രിംഗർ. ആ സ്പ്രിംഗർ കമ്പനിയുമായി ബന്ധപ്പെട്ട അഴിമതികൾ എന്തിനു വേണ്ടിയായിരുന്നു? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആ കമ്പനി തെരഞ്ഞെടുപ്പിൽ ഇടപെട്ടിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിൽ പ്രചരണ പരിപാടികൾ ഉണ്ടായിട്ടുണ്ട്. എന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല. അല്ലെ, അതാണ് സത്യം. ഈ വസ്തുത നമ്മൾ ഓരോന്നും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതെല്ലാം ആർക്ക് വേണ്ടിയാണ്? ഇതെല്ലാം ക്ലിഫ് ഹൗസിന് വേണ്ടിയാണ്. ക്ലിഫ് ഹൗസുമായി ബന്ധമാണ്. ഞാൻ ആദ്യം ആരോപിച്ച കാര്യമാണ്. രാംജിത്തിന് ക്ലിഫ് ഹൗസുമായി എന്താണ് ബന്ധം? രാംജിത്ത് എത്ര തവണ ക്ലിഫ് ഹൗസിൽ പോയിട്ടുണ്ട്? ഇടിവെട്ടി പോയില്ലെങ്കിൽ ക്യാമറയിൽ ആ ദൃശ്യങ്ങൾ കാണും. വളരെ വ്യക്തമാണ് ഈ കാര്യങ്ങളെല്ലാം.
ഞാൻ ആരുടെ ഏജന്റൊന്നുമില്ല, എനിക്കറിയത്തുമില്ല. ഞാൻ ആദ്യം തന്നെ പറയും ഈ കമ്പനി നമുക്കറിയത്തില്ല. അവർ പറയുന്ന കാര്യങ്ങളെപ്പറ്റി ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അല്ലാണ്ട് എനിക്കാരുടെ ഏജന്റ് ആവേണ്ട കാര്യം എന്താ? അല്ല, ഞാൻ അൽഹിന്ദിന്റെ കാര്യവും ലൈറ്റ് മാസ്റ്ററുടെ കാര്യവും പ്രസാദിയോടെ കാര്യവും അശോകയുടെ കാര്യവും അക്ഷരയുടെ കാര്യവും ഒക്കെ പറയുന്നുണ്ട്. കാരണം ഇതെല്ലാം രേഖകളിലുള്ളതാണ്. ഞാനെന്ത് ചെയ്യാനാ? ഈ രേഖകളിലുള്ള കാര്യം ഞാൻ ഈ ആരോപണം ഉന്നയിച്ചപ്പോൾ എനിക്ക് പറയേണ്ടി വരില്ലേ? എന്തിനാണ് നിങ്ങൾ അതിന് അസ്വസ്ഥരാകുന്നത്? ക്യാമറയോടെ വെക്കത്തേ ഉള്ളൂ, അതിനകത്ത് ആരെയും ശിക്ഷിക്കാൻ പോകുന്നില്ല. ഏതായാലും അതിനൊന്നും ജനങ്ങൾ അനുവദിക്കത്തില്ല. ഇത് അഴിമതി ക്യാമറയാണ്. ഈ അഴിമതി ക്യാമറ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ജനങ്ങൾ തീരുമാനിച്ചോട്ടെ. പണമൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. എങ്ങനെ കൊടുക്കാൻ പറ്റും? ആര് കൊടുക്കും? ആരാർ കൊടുക്കും? അല്ല, അതൊക്കെ സർക്കാർ പരിശോധിക്കേണ്ട കാര്യമാണ്. എങ്ങനെയാണ് ഇത്രയും വലിയ അഴിമതി നടത്താൻ ജനങ്ങളെ വിട്ടുകൊടുക്കണോ വേണ്ടത് സർക്കാർ തീരുമാനിക്കട്ടെ. അതെ, സ്ഥാപിച്ചു കഴിഞ്ഞ് ഇത്തരം അഴിമതി നടത്തിയ ഒരു ക്യാമറയ്ക്ക് 68 കോടി രൂപയുടെ പദ്ധതി 232 കോടി രൂപയ്ക്ക് എല്ലാം ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞ് ക്യാബിനറ്റിൽ കൊണ്ട് പാസ്സാക്കിയിട്ട് അതൊക്കെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? എൻ്റെ ചോദ്യം അതാണ്. ഇന്നലത്തെ ഒരു ലൈറ്റ് മാസ്റ്ററുടെ MD-യുടെ വെളിപ്പെടുത്തലോടുകൂടി 68 കോടിക്ക് നടപ്പാക്കാൻ കഴിയുന്ന പദ്ധതിയാണ്. അദ്ദേഹത്തെ പറ്റി ചോദിച്ചല്ലോ. ലൈറ്റ് മാസ്റ്ററിന് SRITക്ക് 75 കോടിയുടെ പർച്ചേസ് ഓർഡർ കൊടുത്തിരുന്നു. ഇതൊക്കെ രേഖകളാണ്. അപ്പൊ ഞാൻ പറയണ്ടേ ഈ രേഖകൾ? അപ്പൊ 68 കോടിക്ക് നടപ്പാക്കാൻ കഴിയുന്ന ഒരു പദ്ധതി 232 കോടിക്ക് ഗവൺമെന്റ് ടെൻഡർ ചെയ്ത് ഗവൺമെന്റ് എഗ്രിമെന്റ് വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുമോ? അല്ലല്ല, പരിപാലനം ഉൾപ്പെടെയാണ്. അതെനിക്കറിയില്ല, അത് അദ്ദേഹത്തോട് ചോദിക്കണം. എനിക്കതിനെപ്പറ്റി എനിക്ക് രേഖകളില്ലാതെ ഞാൻ ഒരു അക്ഷരവും ആരെപ്പറ്റിയും പറയില്ല. ഈ പ്രസാദിയോയുമായി ബന്ധപ്പെട്ട കാര്യം തന്നെ എൻ്റെ കയ്യിൽ കിട്ടിയ രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ. ഞാൻ അതുകൊണ്ടാണ് ഇപ്പൊ പറഞ്ഞത്. ഇപ്പൊ ദേശാഭിമാനി ഇന്നൊന്ന് വായിച്ചാൽ മതി. ഞാൻ പറഞ്ഞല്ലേ ശരിയാണെന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട്. എൻ്റെ ചോദ്യം ഉത്തരം. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അതൊന്നും എടുത്ത് വായിച്ചാൽ മതി. മാത്രവുമല്ല, ഇന്ന് ഞാൻ ഓരോ കാര്യങ്ങളും തെളിഞ്ഞ കാര്യം ഇവിടെ പറഞ്ഞു. തെറ്റാണെന്ന് തെളിയിക്കട്ടെ ഗവൺമെന്റ്.